radio apps 91.0 where every voice matters. ഹായ് ഹലോ നമസ്കാരം. മനോഹരമായ പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ദിയാന. ഞാൻ RJ ജൊഹാന. ആപ്സ് റേഡിയോ 91.0യിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ആരംഭിക്കാം. അമ്മ കൂടെ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ദിയാന? ഇല്ലില്ല. അമ്മ എന്ന രണ്ടക്ഷരത്തിന്റെ വികാരത്തെ നിർവചിക്കാൻ പ്രയാസമാണ്. നമുക്ക് അമ്മയെക്കുറിച്ചൊരു കവിത കേട്ടാലോ? അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. ചെറിയൊരു കവിതയിലേക്ക് നമുക്ക് പോകാം. ഇതാ മനോഹരമായ ഒരു കവിതയുമായി 5Cയിൽ നിന്നും മെഹ്റിൻ മനാഫ് നമ്മോടൊപ്പം ചേരുന്നു. 4 പേരുണ്ടെങ്കിലും അമ്മ ഏകയാണീയൊഴിയിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കന്ന ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞു പോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലന്തിത്തിരി കൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നൊരോർമ്മകൾ നോവിൻ്റെ ആഴം പെറുക്കി ചിതയരിച്ചു. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു മനോഹരമായ കവിതയായിരുന്നു അത്. നന്ദി മെഹ്റിൻ. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആരുണ്ടിവിടെ? നമുക്കൊരു കഥ കേട്ടാലോ? ഒരു മനോഹരമായ കഥയുമായി എത്തുന്നു ഹിദായ സുൽത്താന. സമർത്ഥനായ കാക്ക. ഒരിക്കൽ ഒരു കാക്ക ദാഹിച്ചു വലഞ്ഞ് വെള്ളം അന്വേഷിച്ചു പറക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടുമുറ്റത്ത് ഒരു ഭരണി ഇരിക്കുന്നത് കാക്ക കണ്ടു. കാക്ക പറന്നു വന്ന് ഭരണിയുടെ ഉള്ളിലേക്ക് നോക്കി. അതിൽ അല്പം വെള്ളമുണ്ടായിരുന്നു. ചുണ്ടും തലയും ഉപയോഗിച്ച് ഏറെ നേരം ശ്രമിച്ചിട്ടും വെള്ളം കിട്ടിയില്ല. അപ്പോഴാണ് ഭരണിയുടെ അടുത്ത് കുറച്ചു കല്ലുകൾ കിടക്കുന്നത് കാക്ക കണ്ടത്. സമർത്ഥനായ കാക്ക ഓരോ കല്ലുകൾ വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളം ഉയർന്നു വന്നു. കാക്ക വയറുനിറയെ വെള്ളം കുടിച്ചു സന്തോഷത്തോടെ പറന്നു. ഒരു മനോഹരമായ കഥ പറഞ്ഞതിൽ ഹിദായ സുൽത്താനയ്ക്ക് നന്ദി. പുത്തൻ കഥകളും പുതിയ വിശേഷങ്ങളുമായി ആപ്സ് റേഡിയോ 91.0 അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ഇനിയും പുതിയതും പുതുമയുള്ളതുമായ കഥകളും തമാശകളും കവിതകളും കുസൃതി ചോദ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഞാൻ RJ ദിയാന. ഞാൻ RJ ജൊഹാന ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.